ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. റീസണബിൾ സമയം വേണം അത് പരിശോധിക്കാൻ. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ സർക്കാരാണ് പറയേണ്ടത്, ഞങ്ങളോടാണക്കാം ഇത് കിട്ടിയിട്ടില്ല എന്ന്. അല്ലാതെ പ്രതിപക്ഷം കിടന്ന് വെച്ചുണ്ടാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്താ അതിൻ്റെ അകത്ത് എന്ത് യുക്തിയുള്ളത്? അല്ല, അതിന് ഇവര് പോയി പ്രധാനമന്ത്രിയെ കണ്ടത് കിട്ടുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് പരാതി പറയാത്തപ്പോൾ പ്രതിപക്ഷം പരാതി പറയുന്നത് ശരിയാണോ? ഞങ്ങളിത് സർക്കാരുമായിട്ട് യോജിച്ചു ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളൊരു വിഷയം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചില്ല ഇതുവരെ. ഞാൻ ചോദിക്കട്ടെ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ, കുറവുകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന എത്രയോ കാര്യങ്ങൾ ഈ വിഷയമായിട്ടുണ്ട്. പക്ഷെ ഇതൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. നാട്ടിൽ ദുരന്തം ഉണ്ടാവുമ്പോൾ, ദുരന്തബാധിതരെ വിഷമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഞങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കിടന്ന് അനാവശ്യമായിട്ടുള്ള ഒരു ബഹളവും ഉണ്ടാക്കിയിട്ടില്ല, ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല. ഗവൺമെന്റിനെ ഞങ്ങൾ ചെന്ന് മുഖ്യമന്ത്രിയെ കാണേണ്ടത്. രണ്ടാമതാണ് ഞങ്ങളെ മുഖ്യമന്ത്രി വിളിച്ചത്. മൂന്നാമതാണ് 2 പ്രാവശ്യം സർവകക്ഷി യോഗത്തിൽ. അതിലൊക്കെ പോസിറ്റീവായിട്ടുള്ള സ്റ്റാൻഡാണ് ഞങ്ങൾ എടുത്തത്. അപ്പൊ മുഖ്യമന്ത്രി പറയട്ടെ, ഗവൺമെന്റ് പറയട്ടെ, പണം തരുന്നില്ല. അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ പരാതി ഉണ്ടാക്കുന്നത്? അവര് പറയട്ടെ, അവർക്ക് പണം ആവശ്യമുണ്ട്. ആ പണം, ആവശ്യമായ പണം കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല. സാധാരണ കൊടുക്കാറുണ്ട്. സാധാരണ കണക്ക് വെച്ച് കൊടുക്കുന്നത് കൂടാതെ ഒരു അഡ്വാൻസ് തുകയായിട്ട് പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. അതിവിടെ കിട്ടിയിട്ടില്ല എന്ന് സർക്കാരിന് പരാതിയില്ല. മനസ്സിലായേ? സർക്കാർ ഒരു പരാതിയില്ല. പിന്നെ എന്തിനാ ഞങ്ങൾ പരാതി പറയണത്? അത് അവരുണ്ടാക്കി വെച്ചാണ്. നിങ്ങളുണ്ടാക്കിയെന്നാണ് പറയുന്നത്, മാധ്യമങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഇത് ഹൈക്കോടതിയുടെ വിധിയിൽ വന്ന സംഭവമാണ്. അത് ആരും ക്രിയേറ്റ് ചെയ്തതല്ല. ഈ മെമ്മോറാണ്ടം പുറത്തു വന്നത് ഹൈക്കോടതി വിധിയിൽ കൂടിയാണ്. നമ്മളെല്ലാം വായിക്കുന്നത് ഹൈക്കോടതി വിധിയിൽ കൂടിയാണ്. ഇങ്ങനെയാണ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതെങ്കിൽ അതിൽ ഒരുപാട് പാളിച്ചകളുണ്ട്. ഞാൻ അവരുടെ പേര് പറഞ്ഞില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ വിളിച്ച്? അത് വരട്ടെ, സമയമാകുമ്പോ പറയാം. ഒരു നടപടി സ്വീകരിക്കട്ടെ. ഓണമൊക്കെ അല്ലായിരുന്നു, 2 ദിവസം കഴിയുമ്പോൾ നടപടി സ്വീകരിച്ചില്ലേ പറയാം. ഭയങ്കര ദുരിതമാണ്. ആവശ്യമായ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ആളുകൾ പാടുപെടുകയാണ്. ഓണക്കാലത്ത് കേരളത്തിന് പുറത്തു നിന്നും കേരളത്തിനകത്തു നിന്നും ആളുകൾ ബന്ധുക്കളെ കാണാനും വീടുകളിലേക്ക് പോകാനും വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ചയാണുള്ളത്. പല ട്രെയിനിലും സാധാരണ പ്രത്യേക ട്രെയിനുകൾ കൂടുതലായി അനുവദിക്കാറുണ്ട്. ഇപ്രാവശ്യം അനുവദിച്ചത് വളരെ കുറവാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് സാധാരണക്കാരെ അനുഭവിക്കുന്നു. ഇക്കാര്യത്തിലുള്ളൊരു പ്രത്യേക ശ്രദ്ധ സംസ്ഥാന ഗവൺമെന്റും അതുപോലെ റെയിൽവേയും ചെലുത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.